രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 84ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ രാധാഭക്തർക്കും സ്വാഗതം. ഇതിന് മുമ്പുള്ളത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ നമ്മുടെ ആ പാട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ കൂടെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ പ്രത്യേകമായൊരു അഭ്യർത്ഥന, കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായി മാറിയത് എന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിരിക്കണം. പിന്നെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും അസ്ട്രോളജിയുടെയും ഒക്കെ വീഡിയോ ഉണ്ട്. അസ്ട്രോളജിയുടെ വീഡിയോയിൽ സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ നോക്കി എന്നെ വിളിക്കാവുന്നത് ആണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി നൽകുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. നമുക്ക് രാധയുടെ പ്രണയം 84ാമത്തെ
അധ്യായം 84ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് തിരുവോണമാണ്. തിരുവോണ ദിവസമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ തിരുവോണമായിട്ട് 3 ഇനം പായസമൊക്കെ കഴിച്ച് അതിൻ്റേതായ ഒരു ആലസ്യം എനിക്കിന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ട്. അതേ കണക്ക് എന്നോടൊത്ത് ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധി പേരാണ് പറഞ്ഞത്, ആഗ്രഹം പ്രകടിപ്പിച്ചത്. പക്ഷേ എനിക്ക് എല്ലാവരെയും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൽ ഞാൻ ഖേദിക്കുന്നു. എങ്കിലും കുറച്ച് പേരെ നമ്മൾ അതിനായിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ അവരുമൊത്താണ് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ഓണം ആഘോഷിച്ചത്. ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. ഇപ്രാവശ്യം അവസരം ഇല്ലാത്തവർക്ക് നമുക്ക് അടുത്ത പ്രാവശ്യവും അത് പരിഗണിക്കാവുന്നതാണ്. കാരണം നിരവധി പേരാണ്. അപ്പോൾ അത്രയും പേർക്ക് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ഒരുപാട് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു തിരുവോണ ആശംസകൾ നേരത്തെ തരാൻ പറ്റാതെ പോയത്. കാരണം ഓൾറെഡി അതൊക്കെ അങ്ങ് അപ്ലോഡഡ് ആയിരുന്നു. ഞാൻ കുറേ തിരക്കായതുകൊണ്ടും ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ടും ഞാനിത് ഓൾറെഡി ഇതെല്ലാം അങ്ങ് അപ്ലോഡ് ചെയ്തു പോയി. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് ചൊവ്വാഴ്ചയാണ്. പക്ഷേ ഞാൻ തിരുവോണത്തിൻ്റെ അന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തിരുവോണമാണെന്ന് കരുതി ഞാൻ എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ സകല ആളുകൾക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ നിർത്തിയത് എവിടെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രുക്മിണിയെ ഞെട്ടിക്കുന്ന ആ സംഭവത്തിലേക്കാണ് കയറാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മറ്റൊരു കാര്യത്തിലും കൂടെ വേണം. നിങ്ങളെ ഞാൻ അതിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതായത് രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു വലിയ ചോദ്യം ഉണ്ടാകും. കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചപ്പോൾ രാധാറാണിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ വാർത്ത കേട്ടപ്പോൾ രാധാറാണിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്ത ഈ വീഡിയോ കേൾക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകും. ഈ എപ്പിസോഡിൽ ആദ്യം ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയ രുക്മിണിയെ ഞെട്ടിക്കുന്ന കാര്യം പറയുമെന്ന് പറഞ്ഞു. അത് നമുക്ക് പറയാം. അപ്പോൾ എന്തായിരുന്നു രാധയുടെ മാനസികാവസ്ഥ ഓർമ്മിക്കുക. ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇമാജിൻ ചെയ്തോ പറയുന്നതല്ല. ഇതിൻ്റെ തെളിവുകൾ ഞാൻ കാണിക്കാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എപ്പോഴും ഇങ്ങനെ ബുക്ക് പൊക്കി പിടിച്ചുകൊണ്ട് തെളിവുകൾ കൊണ്ടുവരിക പാടാണ്. അപ്പം ഞാൻ എന്തും ആധികാരികമായി നല്ല റിസർച്ച് ചെയ്ത് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അല്ലാതെ എൻ്റെ ഭാവനയോ വിലാസമോ ഒന്നും തന്നെ അല്ല. ഇതും ഞാൻ അന്ന് രുക്മിണിയുടെ ആദ്യ രാത്രിയെക്കുറിച്ച് എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞു. കൃഷ്ണ ധരാഭാസി എന്ന നേപ്പാളി അവാർഡ് കിട്ടിയ, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ അവാർഡ് കിട്ടിയ കഠിന രാധാഭക്തനായ ആ മനുഷ്യൻ്റെ പുസ്തകമാണിത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച്, അതായത് ശരിക്കും ദ്വാരകയിലേക്ക് രാധാജി പോകാൻ നിശ്ചയിച്ച ഒരു സമയത്താണ് ഇത് നടക്കുന്നത്. ഈ പുസ്തകത്തിനകത്ത് 184ാമത്തെ പേജ് 184ാമത്തെ പേജ്, അതായത് അതിനകത്ത് കൊടുത്തിരിക്കുന്നു, ഓൺ ദ ഈവ് ഓഫ് അവർ ഡിപ്പാർച്ചർ ഫോർ ദ്വാരക വിശാഖ അഗെയിൻ കെയിം റഷിംഗ് ടു അവേഴ്സ് ആസ് ഹി ഓഫൻ ഷീ ഡിഡ്. കണ്ടില്ലേ, ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്ന്, ദ്വാരകയിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് വിശാഖ ഓടി വരികയാണ്. ഷീ സെഡ്, രാധ, നന്ദബാബ, അതായത് നന്ദൻ, ആൻഡ് യശോദ, they told a news that they said Krishna married Rukmini, the beautiful daughter of King Bhishmaka of Vidarbha. It was attended by kings and emperors from kingdoms far and wide. Then you know that I had already stood the blow of the first information. I had not thought this way on hearing the news from Dwaraka was not pleasant. For this reason I was not carried very deeply by the news from the manner she broke the news in the beginning. So you അപ്പോൾ നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാനൊരു 1-2 വരി നിങ്ങൾക്ക് വായിച്ചെന്നേ ഉള്ളൂ. നിങ്ങളിത് കണ്ടല്ലോ.
184 പേജിൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് കഥ പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഇതൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കയറിയെന്ന് പറഞ്ഞു കളയും. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാവരും രാധാറാണിയെ നിർബന്ധിച്ചു. രാധയെ കൃഷ്ണൻ ദ്വാരക കെട്ടിപ്പൊക്കി ദ്വാരകയിലെ രാജാവാണ്. സകലരും പോയി. പക്ഷേ രാധേ, നീ പോകാത്തതിൽ കൃഷ്ണൻ അത്യധികം വിഷമമുണ്ട്. അതുകൊണ്ട് രാധ ദ്വാരകയിലേക്ക് പോകണം എന്നെല്ലാവരും നിർബന്ധിച്ചു. പക്ഷേ രാധാറാണി ആദ്യം വഴങ്ങിയില്ല. കാരണം തന്നെ പ്രത്യേകമായിട്ട് കൃഷ്ണൻ ക്ഷണിച്ചില്ല. അതിനകത്ത് രാധാറാണിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കൃഷ്ണൻ എല്ലാവരെയും ക്ഷണിച്ചു, പക്ഷേ എന്നെ വ്യക്തിപരമായി കൃഷ്ണൻ ആകെ ക്ഷണിച്ചത് വൃന്ദാവനത്തിലെ സകലരും അവിടെ എത്തണമെന്നാണ്. അങ്ങനെ വൃന്ദാവനത്തിലെ സകല ആൾക്കാരിലും ഒരാളാണോ ഞാൻ കൃഷ്ണന്? ഇതിൻ്റെ പേരിലാണ് പോകാതിരുന്നത്. ഒടുവിൽ രാധാറാണിയുടെ അമ്മ രാധാറാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മകളെ അങ്ങനല്ല, നീ പോകണം. കൃഷ്ണൻ ഇപ്പോൾ പഴയ കൃഷ്ണനല്ല, നീ ചെല്ലണം. അമ്മയ്ക്ക് വയസ്സായി വരികയാണ് മോളെ, നിന്നെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ, നിന്നെ കണ്ടു കഴിയുമ്പോൾ രാധയെ, കൃഷ്ണന് പിന്നെ നിന്നെ വിടാൻ തോന്നില്ല. അപ്പോൾ അവൻ നിന്നെ വിവാഹം കഴിക്കും. അങ്ങനെ നിന്നെ കൃഷ്ണന്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാധയെ, ഈ അമ്മയ്ക്ക് സമാധാനമായി മോളെ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പോകണം. മോളിങ്ങനെ വാശി പിടിക്കരുത്. കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മോള് ദ്വാരകയിൽ ചെല്ലണം. കൃഷ്ണൻ രാധയെ കാണും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണന് വൃന്ദാവനവും രാസലീലയും സകലതും അത് കൃഷ്ണന് മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല രാധേ. അവൻ നിശ്ചയമായും നിന്നെ വിവാഹം കഴിക്കും. അവിടുന്ന് നീ തിരിച്ചു വരുന്നത് നിന്റെ കല്യാണ ദിവസവും നിശ്ചയിച്ചിട്ടായിരിക്കും എന്ന് കീർത്തി മാതാവ് രാധാറാണിയോട് പറഞ്ഞു. അതുകൂടാതെ വൃന്ദാവനത്തിലെ പലരും പറഞ്ഞു, ഞങ്ങളെല്ലാവരും ദ്വാരകയിൽ പോയി. ഞങ്ങളോടെല്ലാം കൃഷ്ണൻ രാധയെ നിന്നെക്കുറിച്ച് ചോദിച്ചു. നീ എവിടെ, നീ എവിടെ? പലപ്പോഴും നിന്നെക്കുറിച്ച് ചോദിക്കാനായിരുന്നു കൃഷ്ണന് കൂടുതൽ ഉത്സാഹം. അതുകൊണ്ട് രാധയെ നീ പോകണം. നീ പോയിട്ട് കൃഷ്ണന്റെ വധുവായി മാറണം രാധയെ. ഇങ്ങനെ സകല ആൾക്കാരും പറഞ്ഞു. രാധാറാണിയുടെ തോഴിമാരും പറഞ്ഞു. അപ്പോൾ രാധാറാണിയും വിചാരിച്ചു പോകണം, ഞാൻ പോകാം. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പൊ വൃന്ദാവനത്തിലെ കുറച്ചു പേര് പറഞ്ഞു, ഞങ്ങളും വരുന്നു. അപ്പം അതിനു വേണ്ടി വണ്ടികളെല്ലാം ഏർപ്പാടാക്കി. പല വീടുകളിലും ഒരുപാട് സാധനങ്ങളുണ്ടാക്കി, പലഹാരങ്ങളുണ്ടാക്കി. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പലഹാരങ്ങളുണ്ടാക്കി. പാല് കൊണ്ടുള്ള പല പല ഉൽപ്പന്നങ്ങളുണ്ടാക്കി. വെണ്ണ നിറച്ചു. എന്നിട്ടെല്ലാം രാധാറാണിയെ ഏൽപ്പിച്ചിട്ട് ഓരോരുത്തരും പറഞ്ഞു, ഇത് ഞങ്ങൾ തന്നതാണെന്ന് കൃഷ്ണനോട് പറയണം, ഇത് ഞങ്ങൾ തന്നതാണെന്ന് കൃഷ്ണനോട് പറയണം. എന്നിട്ട് ഗ്രാമവാസികളെല്ലാം രാധാറാണിക്ക് ഗംഭീരമായ ഒരു യാത്രയയപ്പ് നൽകി. എല്ലാവരും സകല ഗ്രാമവാസികളും ഒത്തുകൂടിയിട്ട് പറഞ്ഞു, നമ്മുടെ രാധാറാണി ദ്വാരകയിലേക്ക് പോകാൻ പോവുകയാണ്. അവൾ തിരിച്ചു വരുന്നത് കൃഷ്ണന്റെ ഭാര്യയായിട്ടായിരിക്കും. ഇനി അധിക നാള് ഈ വൃന്ദാവനത്തിൽ രാധ കാണില്ല. അപ്പൊ ഗംഭീരമായ ഒരു യാത്രയയപ്പ്. അപ്പൊ രാധാറാണി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എനിക്കിങ്ങനെ വലിയ യാത്രയയപ്പ് നൽകുന്നത്? അത് മോളെ, നിന്നെ കണ്ടു കഴിയുന്നതോടുകൂടി കൃഷ്ണൻ നിന്റെ വിവാഹം നിശ്ചയിക്കും, നിന്നെ വിവാഹം കഴിക്കും. അപ്പൊ രാധയ്ക്കൊരു ലജ്ജ വന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, അല്ല, എൻ്റെ വിവാഹം നിശ്ചയിച്ചാൽ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുക്കലേക്കല്ലേ വരുന്നത്. മോളെ, നീ വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് നിന്നെ സ്വന്തമാക്കാൻ കൃഷ്ണൻ ആഗ്രഹിക്കും. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. നീ വൃന്ദാവനം വിട്ടുപോകും. രാധാറാണി പറഞ്ഞു, ഞാൻ എവിടെ പോയാലും വൃന്ദാവനം എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണിയും
വൃന്ദാവനവും ഉത്സാഹത്തിമിർപ്പിലായി. എവിടെ നോക്കിയാലും സന്തോഷം, എവിടെ നോക്കിയാലും ആനന്ദം. രാധാറാണി പോകുന്നതിൻ്റെ തലേ ദിവസം രാധാറാണി നേരെ രാസലീല നടന്ന സ്ഥലത്തെത്തി. ആ രാസലീല നടന്ന സ്ഥലത്തെത്തി താനും കൃഷ്ണനും ഗോപികമാരുമായി നടത്തിയ രാസനൃത്തം, രാസനടനം, അതിനെക്കുറിച്ച് രാധാറാണി ചിന്തിച്ചു. ഒരു നിമിഷം കൃഷ്ണൻ തൻ്റെ കൂടെ ഉള്ളതായി തോന്നി. താനും കൃഷ്ണനുമായി എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം രാധാറാണി പോയി. രാധാറാണി തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി. ആ കടമ്പ് വൃക്ഷത്തോട് രാധാറാണി പറഞ്ഞു, അല്ലയോ കടമ്പേ, ഞാൻ പോവുകയാണ് കേട്ടോ, കണ്ണനെ കാണാൻ പോവുകയാണ് കേട്ടോ, ഞാൻ കണ്ണൻ്റേതാകാൻ പോവുകയാണ്. ഞാനേ കണ്ണനെയും കൊണ്ട് തിരികെ വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നൃത്തം ചവിട്ടും. അല്ലയോ കടമ്പിൻ പൂവേ, അവിടെ നിന്ന് പൂവിനോട് പറഞ്ഞു, നോക്കൂ, ഞാനേ കൃഷ്ണനുമായിട്ട് പണ്ട് നൃത്തം ചെയ്തത് കാമുകന്മാരാണ്. ഇന്ന് ആ കൃഷ്ണനല്ല, ദ്വാരകയിലെ രാജാവാണ്. ഞങ്ങൾ രണ്ടുപേരും വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞങ്ങൾ നൃത്തം ചവിട്ടും. രാധാറാണി യമുനാ നദിയുടെ അടുക്കിലേക്ക് പോയി. യമുനയുടെ വെള്ളം കൈകൊണ്ട് കോരിയെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു, അല്ലയോ യമുനാ നദി, ഞാൻ പോവുകയാണ്, നമ്മുടെ കണ്ണനെ കാണാൻ പോവുകയാണ്. ഞാനിനി അവൻ്റെ വധുവാണ്, ഞാൻ അവൻ്റെ വധുവാകാൻ പോവുകയാണ്. നോക്കൂ, അവൻ എന്നോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ? അവൻ അവിടെ എനിക്കായിട്ട് ഒരു മന്ദിരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്, രാധാമന്ദിരം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ ഞാൻ ചെല്ലാത്തത് കൊണ്ടുള്ള പരിഭവമേ ഉള്ളൂ. ഞാൻ നാളെ പോവുകയാണ് കേട്ടോ. പോയിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണം നിശ്ചയിക്കും. എന്നിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ വീണ്ടും ദ്വാരകയിലേക്ക് കൃഷ്ണൻ്റെ കൂടെ പോകും. എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പോകണ്ടേ? കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് രാധാറാണി ഓടി അവിടുത്തെ നികുഞ്ചങ്ങളിലെത്തി. എൻ്റെ അഷ്ടപതി ക്ലാസ് കൃത്യമായി കേൾക്കുന്നവർക്ക് ഈ നികുഞ്ചങ്ങളെക്കുറിച്ച് മനസ്സിലാകും. ഓടി നികുഞ്ചങ്ങളിലെത്തിയിട്ട് ആ വള്ളിക്കുടിലുകളെ വാരിപ്പുണർന്നു. വള്ളിക്കുടിലുകളോട് കവിളുകൾ ചേർത്തിട്ട് പറഞ്ഞു, നോക്കൂ, എത്ര ദിവസങ്ങളിലാണ് ഇവിടെ വെച്ച് കൃഷ്ണന് ഞാൻ എൻ്റെ ശരീരവും മനസ്സും സമർപ്പിച്ചത്. ആ കൃഷ്ണൻ്റെ ഭാര്യയാകാൻ പോവുകയാണ് ഞാൻ. ആ കൃഷ്ണൻ്റെ ഭാര്യയാവാൻ പോവുകയാണ് ഞാൻ നാളെ പുലർച്ചയ്ക്ക് ഞാൻ പുറപ്പെടും. വൃന്ദാവനത്തിലെ ആൾക്കാരുമുണ്ട്, എല്ലാവരുമുണ്ട്, ഞങ്ങൾ പോയിട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ രാസനടനം നടത്തിയ ആ സ്ഥലത്തോട്, യമുനയോട്, കടമ്പിൻ പൂക്കളോട്, ലതാ നികുഞ്ചങ്ങളോട് എല്ലാം യാത്ര പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് രാധാറാണി തുള്ളിച്ചാടി വീട്ടിൽ വന്ന് കൃഷ്ണന് കൊടുക്കേണ്ട പലഹാരങ്ങൾ സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കി. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കീർത്തിമാതാവ്, ഞാൻ സഹായിക്കാം. രാധാറാണി പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കി എൻ്റെ കൃഷ്ണന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ കീർത്തിമാതാവ് പറഞ്ഞു, അല്ല പെണ്ണേ, നീ കൃഷ്ണൻ്റെ ഭാര്യ ആകുന്നതിന് മുമ്പേ ഇങ്ങനെ, അപ്പൊ ഭാര്യ ആയിക്കഴിഞ്ഞാലോ? അപ്പൊ രാധാറാണി ചുണ്ടുകൾ കൂർപ്പിച്ചു, അമ്മേ, അങ്ങനെ പറയരുത്. കൃഷ്ണൻ എനിക്കെന്നും എൻ്റെ സ്വന്തമാണ്. ഞാൻ അവൻ്റെ കാമുകിയായിരുന്നപ്പോഴും അവന് വേണ്ടുന്നതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പാചകത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ്. ആ സമയത്ത് രാധാറാണിയുടെ മനസ്സ് നിറയെ കൃഷ്ണനാണ്. കൃഷ്ണനെ കാണാൻ പോകുന്നത്, ദ്വാരകയിൽ താൻ എത്തുമ്പോൾ കൃഷ്ണൻ ഓടി വരുന്നത്, എന്നിട്ട് തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്. സ്വകാര്യതയിൽ പറയുന്നു, രാധേ, എനിക്ക് നീ ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയില്ല. രാധേ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു. എന്നാണ് വിവാഹം കഴിക്കേണ്ടത്? അപ്പൊ രാധാറാണി പറയുന്നു, കണ്ണാ, നീ അങ്ങ് നിശ്ചയിച്ചാൽ മതി. ശുഭമുഹൂർത്തം നീ നിശ്ചയിക്കുന്ന ഏത് ശുഭമുഹൂർത്തത്തിലും
ഞാൻ എൻ്റെ കഴുത്ത് നീട്ടിത്തരാൻ തയ്യാറാണ്. രാധാറാണിയുടെ മനസ്സിലൊരു പുഞ്ചിരി വിടർന്നു. ഈ സമയത്തൊരു വിളി കേട്ടു, രാധേ. പെട്ടെന്ന് രാധാറാണി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതേ, വിശാഖ. വിശാഖ അസ്ത്രം വിട്ടതുപോലെ പാഞ്ഞു വരികയാണ് വിശാഖ. രാധാറാണി പെട്ടെന്ന് എന്തു ചെയ്തു? പലഹാരം പൊരിച്ചെടുത്തേക്ക് കീർത്തി മാതാവിനെ നിർത്തിയിട്ട് ഓടി വന്നു. ഓടി വന്നപ്പോൾ വിശാഖ വല്ലാതെ കിതച്ചു. വിശാഖയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ഒരു നല്ല വാർത്ത പറയാനല്ല വിശാഖ വന്നിരിക്കുന്നതെന്ന് വിശാഖയുടെ മുഖം കണ്ടപ്പോഴേ രാധാറാണിക്ക് മനസ്സിലായി. രാധാറാണി ചോദിച്ചു, എന്താ വിശാഖേ? വിശാഖ വല്ലാതെ അണച്ചു. വിശാഖ വല്ലാതെ വിയർത്തു കുളിച്ചുപോയി. അപ്പൊ രാധ ചോദിച്ചു, എന്താ സംഭവിച്ചത്? നീ പറയൂ വിശാഖേ. അപ്പൊ വിശാഖ പറഞ്ഞു, രാധേ, ഞെട്ടിക്കുന്ന വാർത്തയാണ് രാധേ. രാധാറാണിയുടെ മനസ്സ് തുടിച്ചു. രാധാറാണിക്ക് മനസ്സിലായി അശുഭകരമായ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് രാധാറാണിക്ക് മനസ്സിലായി. രാധാറാണി ചോദിച്ചു, എന്താ വിശാഖേ, എന്താ? നീ പറയൂ. രാധേ, കൃഷ്ണന്റെ വിവാഹം കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടേറ്റതുപോലെ രാധാറാണി നിൽക്കുകയാണ്. തനിക്ക് തൻ്റെ കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല രാധാറാണിക്ക്. രാധ പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? അതെ, യശോദാമ്മ പറഞ്ഞതാണ്. യശോദാമ്മ അവിടെ ആയിരുന്നല്ലോ കുറച്ചു നാള്. ഇപ്പോഴല്ലേ തിരിച്ചു വന്നത്? എപ്പോൾ തിരിച്ചു വന്നു? യശോദാമ്മ 2 ദിവസമായി തിരിച്ചു വന്നിട്ട്. യശോദാമ്മയാണ് പറഞ്ഞത് ഇന്ന് രാവിലെ. ഇന്നെല്ലാവരെയും വിളിച്ചിട്ട് യശോദാമ്മ പറഞ്ഞു, കൃഷ്ണൻ ഒരു പെണ്ണിനെ, അതും വെറുതെ കല്യാണം കഴിച്ചതല്ല രാധേ, കൃഷ്ണൻ പോയി തട്ടിക്കൊണ്ടുവന്നതാണ്. അല്ലാതെ അവര് നടത്തിക്കൊടുത്തതല്ല. കൃഷ്ണൻ ഒരു ഇടയ ബാലനായതുകൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിച്ചു തരില്ല എന്ന് അവർ പറഞ്ഞു. പ്രത്യേകിച്ചും അവളുടെ സഹോദരൻ രുക്മി. കൃഷ്ണൻ ഒരാട്ടിടയനാണ്, പക്ഷേ രുക്മിണിക്ക് കൃഷ്ണനെ തന്നെ വേണം. അങ്ങനെ കൃഷ്ണൻ അവിടെ പോയി രുക്മിണി അമ്പലത്തിൽ തൊഴാൻ പോയ സമയത്ത് തട്ടിക്കൊണ്ടുവരികയാണ്. വിശാഖയുടെ ചുണ്ടുകൾ വിറച്ചു. വിശാഖ പറഞ്ഞു, ചതിയാണ് രാധേ, ഇത് ചതിയാണ് ചെയ്തത്. രാധേ, നിന്നോട് അവന് സ്നേഹമില്ല. കണ്ടില്ലേ രാധേ, അവൻ പോയി ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രണയിക്കുകയുമല്ല ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നത് രാധേ. രാധാറാണി ഒന്നും മിണ്ടിയില്ല. രാധാറാണിക്ക് എന്തെങ്കിലും മിണ്ടാൻ കഴിയുമായിരുന്നില്ല. രാധാറാണി ഒരു ജീവശവം പോലെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യശോദാമ്മ പറഞ്ഞു, അവൻ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ പോന്നെന്നാണ് പറഞ്ഞത്. അവിടുന്ന് തിരിച്ച് അവളെയും കൊണ്ടുവന്നേത് എന്നും പറയുന്നു. പല വാർത്തകളാണ് പറയുന്നത്. ഞാൻ ഒന്നും കേട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ട നിമിഷം ഞാൻ ഓടി വരികയായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് രാധാറാണിക്ക് തൻ്റെ ശരീരം തണുത്തു വരുന്നത് പോലെ തോന്നി. വിശാഖയെ പോലും കാണാൻ വയ്യ. കണ്ണുകളിലൊക്കെ ഇരുട്ട് നിറയുന്നത് പോലെ രാധാറാണിക്ക് തോന്നി. അതെ, ഈ ലോകം മുഴുവൻ, വൃന്ദാവനം മുഴുവൻ തനിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് തോന്നി. പെട്ടെന്ന് രാധാറാണിയുടെ ദേഹം കുഴഞ്ഞു വന്ന് രാധാറാണി നിലത്തേക്ക് വീണു. വീഴുന്നതിന് മുമ്പ് വിശാഖ താങ്ങി. വിശാഖ വിളിച്ചു, കീർത്തിമാതാവേ, ഓടിവാ. കീർത്തിമാതാവ് ഓടി വന്നു. അയ്യോ, ഇത് എന്താ സംഭവിച്ചത് എൻ്റെ മകൾക്ക്? കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയിട്ട് കീർത്തിമാതാവ് ഇങ്ങനെ ശരീരത്ത് തൊട്ടു നോക്കി. ഐസ് പോലെ ഇരിക്കുന്നു, ശരീരം മൊത്തം ഐസ് പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് നെറ്റിയിലേക്ക് തൊട്ടു. പക്ഷെ നെറ്റിയിലാകട്ടെ പനി, ചെറിയ ചൂട്. ഉടൻ തന്നെ വൈദ്യർക്ക് ആളിനെ വിട്ടു.
പെട്ടെന്ന് വൈദ്യരെത്തിയപ്പോഴേക്കും രാധാറാണിയുടെ പനി അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. വിശാഖ പറഞ്ഞു, കാര്യം പറഞ്ഞു, കീർത്തിമാതാവേ, കൃഷ്ണൻ നമ്മളെ ചതിച്ചു, കൃഷ്ണന്റെ വിവാഹം നിശ്ചയിച്ചു. ആ വാർത്ത കേട്ടിട്ടാണ് രാധാറാണി ബോധം കെട്ടതെന്ന് പറഞ്ഞതോടുകൂടി കീർത്തിമാതാവിന് ദേഹം കുഴഞ്ഞു വന്നു. കീർത്തിമാതാവ് പറഞ്ഞു, എൻ്റെ മോള്, എൻ്റെ പാവം മോള്, അവൾ ഒരുപാട് ആശിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇനി എന്ത് പറയും? അവൾ എത്ര ഉത്സാഹത്തിലാണ് നിന്നത്. കൃഷ്ണന് വേണ്ടി എന്തൊക്കെ പലഹാരങ്ങൾ നിശ്ചയിച്ചു. എൻ്റെ കയ്യിലെ തെറ്റാണ്, എൻ്റെ കുഞ്ഞ് പോകുന്നില്ല എന്ന് 1000 തവണ പറഞ്ഞതാണ് ഞാനാണ് അവളെ നിർബന്ധിച്ചത്. മോളെ നീ പോയിട്ട് വാ, നിന്നെ കാണുമ്പോൾ കൃഷ്ണന്റെ മനസ്സ് മാറും, നിന്നെ വിവാഹം കഴിക്കും. ഞാനാ എൻ്റെ കുഞ്ഞിനെ പ്രലോഭിപ്പിച്ചത്. ഇത്രയും പേരുമറിഞ്ഞു, എല്ലാം തയ്യാറായി പോകാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ആശ്വസിപ്പിക്കും വിശാഖേ? എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. വിശാഖയ്ക്ക് കരച്ചിലല്ല, വിശാഖയ്ക്ക് കോപമാണ് വരുന്നത്. വിശാഖ പറഞ്ഞു, കൃഷ്ണൻ നമ്മളെ പറ്റിക്കുകയായിരുന്നു അമ്മേ, അതുകൊണ്ടാണ് കൃഷ്ണൻ ഇതുവരെയും തിരിച്ചു വരാത്തത്. നമ്മളൊക്കെ ഗോപികമാരല്ലേ, നമ്മളൊക്കെ വൃന്ദാവനത്തിലെ ഗോപികമാരല്ലേ? രാജകുമാരിയെ കണ്ടപ്പോൾ കൃഷ്ണൻ നമ്മളെ മറന്നു അമ്മേ. കൊട്ടാരം അവിടുത്തെ വൈദ്യൻ വന്നു, പ്രശസ്തനായ വൈദ്യൻ വന്ന് രാധാറാണിയെ പരിശോധിച്ചു, പച്ചില മരുന്നുകൾ കൊടുത്തു. ചുട്ടുപൊള്ളുന്ന പനി, രാധയ്ക്ക് പലപ്പോഴും ഓർമ്മ മറയാൻ തുടങ്ങി. അമ്മ കീർത്തിമാതാവും വിശാഖയും കൂടെയിരുന്നു. ആ ഗ്രാമം മുഴുവൻ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വൃന്ദാവനം മുഴുവനും കൃഷ്ണന്റെ വിവാഹം നിശ്ചയിച്ച വാർത്തയറിഞ്ഞ് നടുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണൻ ചെയ്തത് തെറ്റാണ്, ഞങ്ങളുടെ വൃന്ദാവനത്തെ മറന്നു, ഞങ്ങളുടെ രാധയെയും മറന്നു. എല്ലാവരും അവിടെ തടിച്ചുകൂടി, സകല ആൾക്കാരും അവിടെ തടിച്ചുകൂടി. എല്ലാവരുടെ മുഖത്തും വിഷാദം ഉണ്ടായിരുന്നു. അപ്പോൾ കീർത്തിമാതാവ് വന്നിട്ട് പറഞ്ഞു, രാധയ്ക്ക് വേണ്ടത് വിശ്രമമാണ്, അവൾ കിടക്കട്ടെ, എൻ്റെ കുഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞു. വിശാഖ വീട്ടിൽ പോയില്ല. അന്ന് രാത്രി വിശാഖ രാധാറാണിയോടൊപ്പം അങ്ങനെ തന്നെ കിടന്നു. രാത്രിയായപ്പോൾ രാധാറാണി ഉറക്കത്തിൽ പലപ്പോഴും വിളിച്ചു പറഞ്ഞു, കൃഷ്ണ, നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ കൃഷ്ണ? നിന്റെ സ്നേഹം കപടമായിരുന്നോ കൃഷ്ണ? നീ പിന്നെ എന്തിനാണ് എനിക്ക് ഓടക്കുഴൽ തന്നത്? അത് സ്നേഹം അവസാനിപ്പിക്കാനുള്ള അടയാളമായിരുന്നോ കൃഷ്ണ? എന്നിട്ട് പൊട്ടിക്കരയും ഉറക്കത്തിൽ കിടന്ന്. വിശാഖയ്ക്ക് വല്ലാത്ത വിഷമമായി. രാധാറാണിയുടെ പനി 3 ദിവസം നീണ്ടു നിന്നു. 3 ദിവസം കടുത്ത ജ്വരത്തിലായിരുന്നു. ഓർമ്മയിലേക്ക് രാധാറാണി തിരിച്ചു വന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായ പനിയായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ രാധാറാണിയുടെ പനി കുറഞ്ഞു വന്നു. രാധാറാണിയുടെ കൈകൾ പിടിച്ചിട്ട് കീർത്തിമാതാവ് പറഞ്ഞു, മോള് വിഷമിക്കരുത്, മോളെ അമ്മയോട് ക്ഷമിക്കും മോളെ. അമ്മയാ പറഞ്ഞത് മോളോട് ദ്വാരകയിൽ പോകാൻ, അമ്മയോട് പൊറുക്കണേ മോളെ. രാധാറാണി കീർത്തിമാതാവിൻ്റെ കവിളുകൾ തുടച്ചിട്ട് രാധാറാണിക്ക് മിണ്ടാനുള്ള കെൽപ്പ് പോലുമില്ല. കാരണം 3 ദിവസമായി രാധാറാണി ഭക്ഷണം കഴിച്ചിട്ട്. രാധാറാണി പറഞ്ഞു, അമ്മേ സാരമില്ല, സ്നേഹം അത് ബലം പ്രയോഗിച്ചോ, നമ്മളെ കണ്ടിട്ട് ആകർഷണം തോന്നിച്ചോ കിട്ടേണ്ടതല്ലമ്മേ, അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അവൻ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വിശാഖ പറഞ്ഞു, ദുഷ്ടനാണ് കൃഷ്ണൻ, നമ്മളെ വഞ്ചിച്ചു കൃഷ്ണൻ. അപ്പൊ രാധ പറഞ്ഞു, അത് പറയരുത്, അങ്ങനെ പറയരുത്, അവൻ ദുഷ്ടനല്ല.
അപ്പോൾ വിശാഖ പറഞ്ഞു, നിനക്കിപ്പോഴും അവനോട് സ്നേഹമാണോ? അതെനിക്കറിയില്ല. പക്ഷേ വിശാഖയെ, അവനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അതെനിക്കിപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ അവനെക്കുറിച്ച് മറ്റൊന്നും തന്നെ പറയരുത്. ഒരിക്കലും കൃഷ്ണനെക്കുറിച്ച് മോശപ്പെട്ട വാക്കുകൾ ഇവിടെ ആരും പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വിശാഖ പറഞ്ഞു, നിന്നെ ഉപേക്ഷിച്ചതിന് ശേഷം രാധേ, അവൻ താൻ രുക്മിണിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. രാധയൊന്ന് പുഞ്ചിരിച്ചിട്ട് രാധ പറഞ്ഞു, നോക്കൂ, സ്നേഹം, പ്രണയം വിശാഖേ, അത് സ്വന്തമാക്കൽ മാത്രമല്ല, വിട്ടുകൊടുക്കലും കൂടിയാണ്. നോക്കൂ, അവന് രുക്മിണിയെ കല്യാണം കഴിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ അത്യധികമായ സന്തോഷം. ആ സന്തോഷം അവനുണ്ടാകട്ടെ. അവൻ എപ്പോഴൊക്കെ സന്തോഷിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ സ്വർഗത്തിലാണ്. അവൻ എപ്പോഴൊക്കെ ദുഃഖിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ നരകത്തിലാണ്. വിശാഖേ, രുക്മിണിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അവന് സന്തോഷമുണ്ടാകും. അവന് വലിയ വലിയ പദവികൾ കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ ആകട്ടെ. അവൻ ആ പദവികളെ ആസ്വദിക്കട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൻ എവിടിരുന്നാലും സന്തോഷിച്ചാൽ മതി. അത് മതി എനിക്ക്. വിശാഖേ, ഇനി ഒരിക്കലും എൻ്റെ മുന്നിൽ നിന്ന് നീ കൃഷ്ണനെ കുറ്റപ്പെടുത്തരുത്. കീർത്തിമാതാവേ, കൃഷ്ണനെ കുറ്റപ്പെടുത്തരുത്. ഈ ഗ്രാമത്തിലെ ഓരോരുത്തരോടും പറയണം, കൃഷ്ണനെ കുറ്റപ്പെടുത്തരുത്. കാരണം അവനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കീർത്തിമാതാവ് ചോദിച്ചു, മോളെ, നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കിപ്പോഴും അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അമ്മേ, എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാകും. പക്ഷെ അത് കൃഷ്ണൻ്റെ മനസ്സിൽ തോന്നിയ സ്നേഹമല്ലമ്മേ, വിശുദ്ധമായ സ്നേഹം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്നേഹം. സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഫലം അസാധാരണമാണമ്മേ. അവൻ എന്നെ വിവാഹം കഴിക്കണം എന്ന ചിന്തയിലാണ് ഞാൻ പ്രേമിക്കുന്നതെങ്കിൽ ആ പ്രണയം അശുദ്ധമാണമ്മേ. അവൻ എന്നെ ചതിക്കുന്ന സമയത്തും എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ആ സ്നേഹമാണമ്മേ യഥാർത്ഥ സ്നേഹം. ഈ ലോകത്തൊരു സ്ത്രീക്ക് ഒരു പുരുഷനോടുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവൻ ചതിക്കുമ്പോഴും അവൾ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തിരിച്ചു അമ്മേ, ഒരു സ്ത്രീ ഒരു പുരുഷനെ ചതിച്ചാലും അവൻ്റെ ഉള്ളുകൊണ്ട് അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. 4-5 ദിവസങ്ങൾ കൊണ്ട് രാധാറാണിയുടെ പനി പൂർണ്ണമായും മാറി. രാധാറാണി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരികയാണ്. പതുക്കെ തിരിച്ചു വന്നു. ആ സമയത്ത് ഗ്രാമസഭ വിളിച്ചുകൂട്ടി. അവിടുത്തെ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയിട്ട് രാധാറാണി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ്? എന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഈ സ്ഥാനത്തിൻ്റെ അധികാരി അന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ മധുരയിലെ രാജാവായ കംസനായിരുന്നു. ഇന്നാകട്ടെ ഇതിൻ്റെ അധികാരി കൃഷ്ണനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും ഗ്രാമമുഖ്യയുടെ ആ സ്ഥാനത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചു. അപ്പൊ ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞു, അരുത്, രാധ തന്നെ വേണം. രാധാറാണി ഉറച്ചു പറഞ്ഞു, ഇല്ല, ഞാനിതാ രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്ന ഓലയുമായിട്ട് എൻ്റെ മാതാവ് നാളത്തെ ദിവസം രാവിലെ ദ്വാരകയിലേക്ക് പോവുകയാണ്. നിങ്ങളിൽ കുറച്ചു പേര് എൻ്റെ മാതാവിന് കൂട്ടായിട്ട് മാതാവിൻ്റെ കൂടെ പോവുക. കൃഷ്ണൻ്റെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് സ്ഥാനമൊഴിയാൻ പറ്റൂ. കൃഷ്ണൻ്റെ ഉത്തരവ് ലഭിക്കുന്നത് വരെ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കും. ഇനി എനിക്കിവിടെ തുടരാനായിട്ട് യാതൊരുവിധ താല്പര്യങ്ങളുമില്ല എന്ന് പറഞ്ഞു. ഗ്രാമവാസികൾ കണ്ണീര് വാർത്തു. മോളെ, അവിടെ പ്രായം ചെന്ന മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ കൂടി മോള് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. രാധാറാണി പറഞ്ഞു, ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസം
രാധാറാണിയുടെ മാതാവ്, രാധാറാണിയുടെ മാതാവ്, രാധാറാണിയുടെ ചില തോഴിമാര്, ശശികല, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ദ്വാരകയിലേക്ക് പോവുകയാണ്. ദ്വാരകയിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി പോകുന്നു? എന്തിനു വേണ്ടി പോകുന്നു? രാധാറാണി ഈ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി അവർ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. കൃഷ്ണൻ ദ്വാരകയുടെ മട്ടുപ്പാവിൽ രുക്മിണീ ദേവിയുമൊത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് പ്രധാനമന്ത്രി വന്നറിയിക്കുന്നത്, വൃന്ദാവന നിവാസികൾ വന്നിരിക്കുന്നു അങ്ങയെ കാണാനായിട്ട്. അതേയോ, അവരെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. കൃഷ്ണൻ മട്ടുപ്പാവിൽ നിന്ന് വേഗത്തിൽ താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ കാണാം, ഏറ്റവും മുമ്പിലുള്ള രഥത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കണ്ട് അമ്പരന്ന് പോയി. ഇടിവെട്ടേറ്റതുപോലെ കൃഷ്ണൻ നിൽക്കുകയാണ്. കീർത്തിമാതാവ് അവിടുന്ന് ഇറങ്ങി കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണൻ വിളറിപ്പോയി. കൃഷ്ണൻ എന്തു പറയണമെന്നറിയില്ല. അപ്പോൾ കീർത്തിമാതാവ് നടന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, കൃഷ്ണ സുഖമാണോ? അതേ അമ്മേ. വരൂ അമ്മ, അകത്തേക്ക് ഇരിക്കാം അമ്മേ. അപ്പോൾ കീർത്തിമാതാവ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ സമയമില്ല കൃഷ്ണ, അല്പം പോലും സമയമില്ല, എനിക്ക് തിരിച്ചു പോകണം. അയ്യോ അമ്മേ, വന്നതല്ലേ ഉള്ളൂ അമ്മേ, ഉടൻ തന്നെ തിരിച്ചു പോകാനോ? അങ്ങനെ പറ്റില്ല, ഞാൻ അമ്മയെ വിടില്ല, 1-2 ദിവസം അമ്മ ഇവിടെ വേണം. അപ്പോൾ കീർത്തിമാതാവ് വീണ്ടും പറഞ്ഞു, കൃഷ്ണ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞ് തനിച്ചാണ്, അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് വയ്യ, അവൾക്ക് തീരെ വയ്യ, അവൾക്ക് കടുത്ത പനിയായിരുന്നു. പനിയിൽ നിന്ന് അവൾ കരകയറി വരുന്നതേ ഉള്ളൂ. എൻ്റെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ്. എന്നിട്ട് ഒന്ന് നിർത്തിയിട്ട് കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ എൻ്റെ കുഞ്ഞിനെ ഈ ലോകത്താർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം കൃഷ്ണ, എനിക്ക് വേണം. അവളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എനിക്കവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല കൃഷ്ണ, എനിക്കവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പലർക്കും അവളെ ഉപേക്ഷിക്കാൻ കഴിയും, എനിക്ക് കഴിയില്ല. ആ വാക്കുകൾ കൃഷ്ണന്റെ ഹൃദയത്തിൽ തന്നെ തറച്ചു. കൃഷ്ണന്റെ ഹൃദയം മാത്രമല്ല, കണ്ണുകളും കലങ്ങി. കൃഷ്ണൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ എങ്കിലും ഒരല്പനേരം അകത്തേക്ക് ഇരിക്കാം. ഇല്ല കൃഷ്ണ, എനിക്ക് പോകണം. ദേ നിനക്ക് രാധ തന്നയച്ചതാണ്, അതിന് തരാനായിട്ടാണ് ഞാൻ വന്നത്. രാധ എന്ന് കേട്ടതും കൃഷ്ണന്റെ മുഖം വീണ്ടും വിളറി വെളുത്തു. കൃഷ്ണൻ ആ കത്ത് വാങ്ങിച്ചപ്പോൾ അതിനകത്ത വരികളാണ് കൃഷ്ണനെ വീണ്ടും വിഷമിപ്പിച്ചത്. മഹാപ്രഭു, അങ്ങേൽപ്പിച്ച ഈ സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഒഴിയുകയാണ്. ദയവ് ചെയ്ത് പ്രഭോ ഇത് സ്വീകരിച്ചാലും. മഹാരാജന് നമസ്കാരം. കൃഷ്ണൻ എത്ര നിയന്ത്രിച്ചിട്ടും കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരടർന്നു വീണുപോയി. കൃഷ്ണൻ അറിയാതെ പറഞ്ഞു, രാധേ നിന്റെ കണ്ണനാണ് ഞാൻ, നിന്റെ പ്രഭുവല്ല ഞാൻ. നീ എന്താ എന്നെ വിളിച്ചത്? രാജാവേ, മഹാരാജാവേ എന്നോ? കൃഷ്ണൻ അറിയാതെ പറഞ്ഞുപോയി. പെട്ടെന്ന് കീർത്തിമാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ ആ പുഞ്ചിരി എന്തിൻ്റെയാണെന്നറിയാൻ വയ്യാതെ 14 ലോകത്തിലെ സകല കാര്യങ്ങളും അറിയാവുന്ന നാരായണൻ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി. പുച്ഛിച്ച ചിരിയാണോ, സങ്കടത്തിൻ്റെ ചിരിയാണോ, എന്തിൻ്റെ ചിരിയാണ്? അതോ നിർമ്മമനായ ഒരു വ്യക്തിയുടെ ചിരിയാണോ? അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഈ രാജി സ്വീകരിക്കില്ല. ആ സ്ഥാനത്ത് രാധ തന്നെ തുടരണം. ഞാൻ ദ്വാരകയുടെ അധിപൻ പറയുകയാണ്, ആ സ്ഥാനത്ത് രാധ തുടരണം. അപ്പോൾ കീർത്തിമാതാവ് പറഞ്ഞു, കൃഷ്ണ കനിയണം, രാധയോട് കനിവ് കാണിക്കണം മകനെ. അവക്കിനി അത് പറ്റില്ല, ഒരിക്കലും അവക്കത് പറ്റില്ല. ഇനി കൃഷ്ണൻ അങ്ങനെ തുടരണമെന്ന് ആജ്ഞാപിക്കുകയാണെങ്കിൽ, മഹാരാജാവേ അവിടുത്തെ ആജ്ഞ എൻ്റെ മകൾക്ക് ധിക്കരിക്കേണ്ടി വരും. അതിനെ ഇടയാക്കരുതേ. അമ്മ എന്നെ എന്താണ് വിളിക്കുന്നത്? മഹാരാജാവെന്നോ? അതെ,
ഇപ്പോൾ അങ്ങ് മഹാരാജാവാണ്, ദ്വാരകയുടെ അധിപനാണ്. ഞാൻ ഒരു എടയകുലത്തിലെ പെണ്ണിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഈ രാജി അങ്ങ് സ്വീകരിച്ചിട്ട് പകരം വേറെ ആളിനെ വയ്ക്കണം. അപ്പോൾ കൃഷ്ണൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ആ കത്തുമായി നിന്നിട്ട് പറഞ്ഞു, അമ്മേ, രാധയുടെ രാജി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പകരം ആ സ്ഥാനത്തേക്ക് ചന്ദ്രഭാനുവിനെ നിയോഗിച്ചിരിക്കുന്നു. സുശീലയുടെ പിതാവായ ചന്ദ്രഭാനുവിനെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കീർത്തിമാതാവ് പറഞ്ഞു, നന്ദിയുണ്ട്, ഞാൻ പോവുകയാണ് കൃഷ്ണ, ഞാൻ പോവുകയാണ്. തിരിഞ്ഞു നടന്നപ്പോൾ കൃഷ്ണൻ കീർത്തിമാതാവിൻ്റെ കൈകളിൽ പിടിച്ചിട്ട് കണ്ണുകളിൽ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് രുക്മിണിയെ വിവാഹം കഴിക്കേണ്ടി വന്നതാണ്. എനിക്കിപ്പോഴും രാധയെ ഇഷ്ടമാണ് അമ്മേ. എൻ്റെ ശരീരം മാത്രമാണ് രുക്മിണിക്ക്, എൻ്റെ മനസ്സ് രാധയ്ക്കുള്ളതാണ്. അമ്മ അവളോട് പറയണം എൻ്റെ ഹൃദയം അവൾക്കുള്ളതാണെന്ന്. കീർത്തിമാതാവ് ഒന്നും മിണ്ടിയില്ല, വീണ്ടും തിരിഞ്ഞു നടന്നു. അപ്പോൾ കൃഷ്ണൻ വീണ്ടും വന്നു, അമ്മേ, അമ്മ പറയുമോ രാധയോട്? അമ്മ പറയുമോ എനിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നതാണ്, എൻ്റെ ശരീരമേ ഉള്ളൂ? കീർത്തിമാതാവ് വീണ്ടും 2 അടി നടന്നതിന് ശേഷം കീർത്തിമാതാവ് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ശരീരം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവക്ക് ഹൃദയം മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കൃഷ്ണ? അവക്ക് വേണ്ടത് ഒരു പുരുഷൻ്റെ ഹൃദയവും ശരീരവുമാണ്, അതായത് മനസ്സും ശരീരവുമാണ്. അല്ലാതെ ഹൃദയം മാത്രം കിട്ടിയിട്ട് എന്തിനാണ് കൃഷ്ണ? വീണ്ടും നടന്നു, വീണ്ടും 2 അടി തിരിഞ്ഞു നിന്നിട്ട് കൃഷ്ണന്റെ നേർക്ക് നോക്കി അസ്ത്രത്തെക്കാൾ മുനയുള്ള ഒരു വാചകമാണ് കീർത്തിമാതാവ് പറഞ്ഞത്. കൃഷ്ണ, ശരീരം ഒരു സ്ത്രീക്കും മനസ്സ് മറ്റൊരു സ്ത്രീക്കും കൊടുക്കുമ്പോൾ കൃഷ്ണ, നീ 2 പേരെയും വഞ്ചിക്കുകയല്ലേ കൃഷ്ണ? ആ ചോദ്യം ഒരു ഇടിമുഴക്കം പോലെയാണ് കൃഷ്ണനിൽ മുഴങ്ങിയത്, ഒരു ഇടിമുഴക്കം പോലെ. എന്നിട്ട് കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കീർത്തിമാതാവും ഒന്നും മിണ്ടിയില്ല. കീർത്തിമാതാവ് തിരികെ നടന്ന് തൻ്റെ രഥത്തിൽ കയറി. ആ രഥം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. കൃഷ്ണൻ ഇടിവെട്ടേറ്റ കണക്ക് നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ രുക്മിണിയുടെ മുഖവും മങ്ങിയിരിക്കുന്നു. കൃഷ്ണൻ ആകെ ആകപ്പാട് അമ്പലാപ്പിലായി പോയി. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു. ഒരിക്കൽ കൂടി തൻ്റെ മുറിയിലിരുന്ന് ആ എഴുത്ത് കൃഷ്ണൻ വായിക്കുകയാണ്. മഹാപ്രഭോ. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. കൃഷ്ണൻ ചോദിച്ചു, രാധേ, നീ എന്നെ ആ കറുമ്പ എന്ന് വിളിക്കുന്നതല്ലേ എനിക്കിഷ്ടം? നിന്നോളം സ്വാതന്ത്ര്യം അതിനാരുണ്ട്? നീ എന്നെ മഹാപ്രഭോ എന്ന് വിളിക്കുമ്പോൾ അതിലും വലിയ ശിക്ഷ എനിക്കിനി എന്താണ് കിട്ടാനുള്ളത് രാധേ? എനിക്ക് ഏറ്റവും വലിയ ശിക്ഷ നീ തന്നിരിക്കുന്നു രാധേ. നിനക്ക് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് കണ്ണാ എന്നെ വിളിച്ച് എൻ്റെ പുറവിന് നടന്നൊരു പെണ്ണ്, വല്ലാത്ത സ്നേഹം വരുമ്പോൾ കണ്ണൻ ഉണ്ണീന്ന് വിളിക്കുന്ന പെണ്ണ്, അത്യധികമായ സ്നേഹം വരുമ്പോൾ കർമ്മ എന്ന് വിളിച്ച് എന്നോട് കുറുമ്പ് കാണിക്കുന്ന പെണ്ണ്, എന്നെ അടിക്കുന്ന പെണ്ണ്, എന്നെ പിച്ചുന്ന പെണ്ണ്, എന്നെ ഉപദ്രവിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്. അവളിപ്പോൾ എന്നെ പറയുകയാണ്, പ്രഭോ. ഇവിടെ വച്ച് കൃഷ്ണൻ വലിയ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. ഗാഠമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ നിങ്ങൾ വഞ്ചിച്ചാൽ, അവളെ നിങ്ങൾ വഞ്ചിച്ചാൽ പിന്നീട്
ഒരിക്കലും നിങ്ങൾക്ക് അവളെ തിരികെ കിട്ടില്ല, ഒരിക്കലും നിങ്ങൾക്ക് അവളെ തിരികെ കിട്ടില്ല. അതാണ് സ്ത്രീ, അതാണ് സ്ത്രീ, അതാണ് സ്ത്രീ. ഇനി നമുക്ക് കഴിഞ്ഞത് നിർത്തിയിരിക്കുന്നിടത്തേക്ക് വരാം. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് പോകണം. കഴിഞ്ഞത് നമ്മൾ എവിടെയാണ് നിർത്തിയത്? കൃഷ്ണൻ അതേ കടലിൽ അകപ്പെട്ട യാദവരെ രക്ഷിക്കാൻ പോയി. കൃഷ്ണൻ യാദവരെയും രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ കാണാം, ആ കടൽപ്പാലത്തിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ് ശൈബ്യ. കൃഷ്ണൻ അമ്പരന്ന് പോയി. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അതേ കൃഷ്ണൻ പോയ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ശൈബ്യ ഇവിടെ നിൽക്കുകയാണ്. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. ശൈബ്യയോട് പറഞ്ഞു, വരൂ. അങ്ങനെ ശൈബ്യയും കൂട്ടി വന്നിട്ട് രുക്മിണിയെയും തൻ്റെ പിതാവിനെയും ബലരാമൻ ജ്യേഷ്ഠനെയും യശോദ മാതാവിനെയും എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ രുക്മിണി, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. ഒരു പക്ഷേ നിന്നെ ഞെട്ടിക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നോക്കൂ, ഞാൻ കടലിൽ പോയി മുക്കുവരെ കടലിൽ അകപ്പെട്ട യാദവരെ രക്ഷിക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ തിരിച്ചു വരുന്ന ഈ നിമിഷം വരെയും ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് വേണ്ടി കാത്തുനിന്നവളാണ് ഈ ശൈബ്യ. ഇനി ഇവളുടെ ഹൃദയം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. കൃഷ്ണൻ ശൈബ്യയുടെ കൈ പിടിച്ചു, തന്നോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, പിതാശ്രീ ബലരാമൻ ജ്യേഷ്ഠ, ദേവകീ മാതാവേ, ഞാനിതാ കൃഷ്ണൻ, വസുദേവപുത്രൻ കൃഷ്ണൻ പറയുന്നു, ഇന്നു മുതൽ ശൈബ്യ എൻ്റെ ഭാര്യയായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്നവരെല്ലാം നടുങ്ങിപ്പോയി. വസുദേവൻ നടുങ്ങി, ദേവകി നടുങ്ങി, ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ബലരാമൻ ജ്യേഷ്ഠൻ മാത്രം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം ലോകത്താർക്കും മനസ്സിലായില്ല. എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ഈ ശൈബ്യ ഈ നിമിഷം മുതൽ എൻ്റെ ഭാര്യയാണ്. കൃഷ്ണൻ്റെ ഭാര്യയുടെ പേര് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരു പേര് മിത്രവിന്ദ എന്ന് കിടക്കും. ആ മിത്രവിന്ദയാണ് ഈ ശൈബ്യ. ഈ ശൈബ്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്തംഭിച്ചു നിന്നു. രുക്മിണിയുടെ കണ്ണുകളിൽ കണ്ണുനീര് തുളുമ്പി. രുക്മിണി പെട്ടെന്ന് മുഖം പൊത്തിക്കൊണ്ട് തിരിഞ്ഞോടിയപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രുക്മിണി പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ അടുത്ത് ചെന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, രാധയ്ക്ക് കൃഷ്ണനെ എന്തും മാത്രം ഇഷ്ടമായിരുന്നു എന്ന് രുക്മിണിക്ക് നന്നായിട്ടറിയാമായിരുന്നു. എന്നിട്ടും രുക്മിണി രാധയിൽ നിന്ന് കൃഷ്ണനെ തട്ടിയെടുക്കുകയായിരുന്നു. ഒരു സ്ത്രീ പ്രാണനെപ്പോലെ പ്രണയിക്കുന്ന പുരുഷനെ തട്ടിയെടുക്കുമ്പോൾ ആ സ്ത്രീ എന്തും മാത്രം വേദന അനുഭവിക്കുമെന്നറിയാമോ? രുക്മിണി, രാധയിൽ നിന്ന് കൃഷ്ണനെ നീ തട്ടിയെടുത്തപ്പോൾ രാധയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു എന്നറിയണമെങ്കിൽ നിന്നിൽ നിന്ന് നിന്റെ കൃഷ്ണനെ മറ്റൊരാൾ തട്ടിയെടുക്കണം. കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ മതിയാകൂ. നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് രുക്മിണി ഇപ്പോൾ അനുഭവിക്കുന്നത്. തീർന്നില്ല. നീ വിചാരിക്കുന്ന കണക്ക് സാധാരണ പെൺകുട്ടിയല്ല രാധ. അവളുടെ മനസ്സ് നോവുന്നതിനെ ശാപമെന്ന് വിളിക്കുമെങ്കിൽ ആ ശാപം നിന്റെ തലയ്ക്ക് മീതെയുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. രാധയിൽ നിന്ന് കൃഷ്ണനെ തട്ടിയെടുത്ത രുക്മിണി, ഇനി കൃഷ്ണനെ നിന്നിൽ നിന്ന് പലരും തട്ടിയെടുക്കുന്നത് കാണേണ്ടി വരും. ഈ ശാപം രാധയുടെ ശാപം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. രുക്മിണി ഒന്നും മിണ്ടാതെ ഓടിപ്പോയി കട്ടിലേക്ക് തളർന്നു വീണു. ബലരാമൻ ജ്യേഷ്ഠന്റെ വാക്കുകൾ ഇങ്ങനെ മുഴകിക്കൊണ്ടേയിരുന്നു.
ഒരാളുടെ മനസ്സ് നോക്കുന്നത് ശാപമാണെങ്കിൽ ആ ശാപം നിന്നോടൊപ്പം എന്നുമുണ്ടായിരിക്കും, എന്നുമുണ്ടായിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. രാധയിൽ നിന്ന് നീ കൃഷ്ണനെ തട്ടിയെടുത്തു രുക്മിണി, ഇനി നിന്നിൽ നിന്ന് പലരും തട്ടിയെടുക്കും. ഇനി നിന്നിൽ നിന്ന് കൃഷ്ണനെ പലരും തട്ടിയെടുക്കും. നിനക്കത് കാണേണ്ടി വരും, നിനക്കത് കാണേണ്ടി വരും. രുക്മിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാധേ മാപ്പ്, രാധേ മാപ്പ്, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ രാധേ. ആ സമയത്ത് ഒരശരീരി പോലെ മുഴങ്ങി, അതേ രുക്മിണി, നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ഇനിയും ആളുകൾ വരികയാണ്, ഇനിയും ആളുകൾ വരികയാണ്. അതേ അതേ വരികയാണ്, വരികയാണ്, വരികയാണ്. രാധയുടെ ശാപം രുക്മിണിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓർമ്മിക്കുക, ഏതൊരു പെൺകുട്ടിയും ഓർമ്മിക്കുക, നിങ്ങൾ മറ്റൊരു പുരുഷൻ സ്നേഹിക്കുന്ന, മറ്റൊരു പുരുഷൻ സ്നേഹിക്കുന്ന പെണ്ണുണ്ട്. ആ പെണ്ണിനെ വിട്ടിട്ട് അവനിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ആ പുരുഷനെ അടർത്തിയെടുത്താൽ നിശ്ചയമായും അത് അനുഭവിക്കേണ്ടി വരും, നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ സ്നേഹിക്കാതെ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അവളിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്താൽ അത് അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ രുക്മിണി അനുഭവിക്കാൻ പോകുന്നത്. അതേ, കാത്തിരിക്കൂ. രാധാറാണിയുടെ മനസ്സു നൊന്തതിന്റെ ശാപം വരാൻ പോവുകയാണ്. കാത്തിരിക്കൂ, കാത്തിരിക്കൂ. ഒരു ഇടിവെട്ട് കഥാപാത്രവുമായി ഞാൻ വരാൻ പോവുകയാണ് അടുത്ത ആഴ്ച. ഒരു ഇടിവെട്ട് കഥാപാത്രവുമായി വരാൻ പോവുകയാണ്. ദ്രൗപദി, ദ്രൗപദി. ഒരു വലിയ ചോദ്യം, എന്നും പ്രേക്ഷകരെ അലട്ടിയിരുന്ന ചോദ്യം. ദ്രൗപദി കൃഷ്ണന്റെ ആരായിരുന്നു? ദ്രൗപദി കൃഷ്ണന്റെ ആരായിരുന്നു? സുഹൃത്തോ, സഹോദരിയോ, കാമുകിയോ? എന്തായിരുന്നു ദ്രൗപദിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം? കൃത്യമായ ഉത്തരം, കൃത്യമായ ഉത്തരവുമായി അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.